ശശി തരൂർ വലിയ തോതിൽ കോൺഗ്രസിന് ഓരോ ദിവസവും തലവേദന ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ ന്യൂസുകൾ യഥാർത്ഥത്തിൽ ആ, കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദിക്കും ബി.ജെ.പിക്കും ഒക്കെ വലിയ പരിചയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും കോൺഗ്രസ് ഏതെങ്കിലും ഒരു ആരോപണം വളരെ വിശദമായി വളരെ പണിപ്പെട്ട് അത് നരേന്ദ്രമോദിക്കും ബി.ജെ.പിക്കും കേന്ദ്ര ഗവൺമെന്റിനും ഒക്കെ എതിരെ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ഒരു ബലൂൺ വീർപ്പിച്ചു കൊണ്ടുവരുമ്പോൾ ഏതാണ്ട് ആ ബലൂണിന്മേൽ ചെറുതായിട്ട് ശശി തരൂർ ഏതെങ്കിലും ഒരു പോസ്റ്റ് കൊണ്ട് സൂചി കൊണ്ട് കുത്തുന്ന പണിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ ശശി തരൂരിനെ അനുകൂലിച്ചിരുന്ന ഒരാളാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമൊക്കെ ഒരു പ്രതിനിധി സംഘത്തെ അയക്കുന്ന പരിപാടി ചെയ്തപ്പോൾ ആ പ്രതിനിധി സംഘത്തിൽ ശശി തരൂരിന്റെ പേര് കൊടുക്കാത്തത് തെറ്റാണ് എന്ന് പറഞ്ഞിരുന്നു ഒരാളാണ് ഞാൻ. കാരണം പലപ്പോഴും അദ്ദേഹത്തിന്റെ പ്രതിഭയോ അദ്ദേഹത്തിന്റെ മിടുക്കോ അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസോ ഒന്നും കൃത്യമായി കോൺഗ്രസ് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ പോലും ആ സമയത്തൊക്കെ നമ്മൾ അദ്ദേഹത്തെ അനുകൂലിച്ചിരുന്നെങ്കിൽ പോലും കോൺഗ്രസ് കുറച്ചുകൂടി അവധാനതയോടുകൂടി പേരുകൾ നിർദ്ദേശിക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഇപ്പൊ തരൂർ എല്ലാ തരത്തിലുമുള്ള പരിധികൾ വിട്ടിട്ടുള്ള ഒരു പണിയാണ്, എതിർപ്പാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനുള്ളിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. അതിലേക്ക് നയിച്ചിട്ടുള്ള ഏറ്റവും അവസാനത്തെ സംഭവത്തിലേക്ക് നോക്കാം. അവസാനത്തെ സംഭവം കഴിഞ്ഞിട്ട് അതിന്റെ മുകളിലേക്കുള്ള സംഭവങ്ങളിലേക്ക് വരാം. അതിൽ അവസാനത്തെ സംഭവം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം ശശി തരൂർ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അത് റെബേക്ക കാറ്റ്സിന്റെ റീട്വീറ്റ് ചെയ്തേക്കാണ് ചെയ്തേക്കുന്നത്. അത് അത് സൊഹ്റാൻ മംദാനിയും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ കുറിച്ചിട്ടുള്ള ഒരു ട്വീറ്റാണ്. ആ ട്വീറ്റിൽ ഇത് പറഞ്ഞേക്കണത്, ദിസ് ഈസ് ഹൗ ഡെമോക്രസി ഷുഡ് വർക്ക്. ഇതുപോലെയാണ് ജനാധിപത്യം വർക്ക് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വളരെ പാഷനേറ്റ് ആയി നിങ്ങളുടെ ആശയങ്ങൾക്ക് വേണ്ടി ഒരു തരത്തിലുള്ള വാക്കുകളുടെ ഈ പറഞ്ഞ പോലെ ബാരിയർ ഒന്നുമില്ലാതെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാം. പക്ഷെ ഫൈറ്റ് ചെയ്യുകയും അതിനുശേഷം ഇലക്ഷൻ കഴിയുകയും ചെയ്യുമ്പോൾ നമ്മൾ രാജ്യത്തിന്റെ ഉത്തമമായ താല്പര്യങ്ങൾക്ക് വേണ്ടി തമ്മിൽ തമ്മിൽ കോപ്പറേറ്റ് ചെയ്യണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞേക്കുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത്, ഐ വുഡ് ലവ് ടു സീ മോർ ഓഫ് ദിസ് ഇൻ ഇന്ത്യ ആൻഡ് ഐ എം ട്രൈങ് ടു ഡു മൈ പാർട്ട്. ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇന്ത്യയിലും കാണാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അത്തരത്തിലുള്ള ഒരു ഭാഗം, എൻ്റെ ഭാഗം ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കണത്. എന്ന് പറഞ്ഞാൽ ഇൻഡയറക്ട്ലി അദ്ദേഹം യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞേക്കണത്, നമ്മൾ ഇലക്ഷനിലൊക്കെ ഫൈറ്റ് ചെയ്യാം, പക്ഷെ അത് കഴിഞ്ഞിട്ട് രാജ്യത്തിന്റെ വലിയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷെ ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തരൂരിന്റെ എല്ലാ ലേഖനങ്ങളിലും അദ്ദേഹം ഒളിപ്പിച്ചു വെക്കുന്ന ഒരു ബ്രില്യൻസ് ഉണ്ട്. ആ ബ്രില്യൻസ് അദ്ദേഹത്തിനെതിരെ നടപടി എടുത്താൽ അദ്ദേഹത്തിന് എങ്ങനെ വേണമെങ്കിലും പറഞ്ഞു നിൽക്കാം. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ട്വീറ്റ് തന്നെ വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം, ഞാൻ നരേന്ദ്രമോദിയെ ഉദ്ദേശിച്ചിട്ടാണ്, നരേന്ദ്രമോദി ട്രംപിനെ പോലെ അങ്ങോട്ട് ചെന്ന് സൊഹ്റാൻ മമദാനിയോട് കോപ്പറേറ്റ് ചെയ്യുന്ന പോലെ കോപ്പറേറ്റ് ചെയ്യണമെന്നാണ് ഉദ്ദേശിച്ചതെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പ്ലിസിറ്റ് ആയി, പ്രകടമായി ഒന്നും പറയാതെ വളരെ ബ്രില്യൻ്റ് ആയി താൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവഗണനക്കെതിരായിട്ടുള്ള ഒരു സമരം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഇപ്പൊ മാത്രമല്ല ചെയ്തേക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ വളരെ ചെറിയൊരു കാര്യമാണ്. ഇതിന് തൊട്ടു മുമ്പ് നമുക്കറിയാം, പ്രൊജക്ട് സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന ഒരു പോർട്ടലിൽ അദ്ദേഹത്തിന്റെ ഒരു ലേഖനം വന്നിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ വളരെ വിശദമായി വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഡൈനാസ്റ്റി പൊളിറ്റിക്സിനെ കുറിച്ചാണ്. അതായത് ആ ഡൈനാസ്റ്റി പൊളിറ്റിക്സിൽ അദ്ദേഹം ഏറ്റവും ആദ്യമേ തന്നെ പറയുന്നത്, ഈ പറയുന്ന നെഹ്റുവും അതുപോലെ ഇന്ദിരാഗാന്ധിയും അതിനുശേഷം രാജീവ് ഗാന്ധിയും പിന്നെ രാഹുൽ ഗാന്ധിയും ഒക്കെ വന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയമായിട്ടുള്ള അധികാരം ഒരു ജന്മാവകാശമായി കരുതുന്ന ആളുകൾ വരുന്നു എന്നും അതിനെക്കുറിച്ച് വളരെ അക്കാഡമിക്കലി പഠിച്ചുകൊണ്ടുള്ള വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ലേഖനമാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഒരു തോട്ട് പ്രോസസ് ആണ്. അതിലൊന്നും ആർക്കും തെറ്റ് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന്റെ ലേഖനങ്ങളുടെ എല്ലാം ഗുണം അതാണ്. കാരണം ഒരു തെറ്റ് കൃത്യമായിട്ട് ഇന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാൽ അത് ഇൻഡയറക്ട്ലി ബി.ജെ.പിക്ക് ഗുണകരമാകുന്ന കാര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിന് തൊട്ടു മുമ്പ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാര്യത്തിലും ഇന്ത്യൻ ഇന്ത്യയിലെ ഈ പറഞ്ഞ പോലെ സിസ്റ്റങ്ങൾക്ക് ചില തകരാറുകൾ പറ്റി ഇന്ത്യയിൽ ഫൈറ്റർ ജെറ്റുകൾ എന്ത് ചെയ്തു, ആക്രമിക്കപ്പെട്ടു എന്നൊക്കെ രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോഴും അതിനെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയുടെ ഒരു ഔദ്യോഗിക വക്താവായി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ചർച്ചകളിലൊക്കെ വരുന്ന പോലെ ന്യായീകരണ തൊഴിലാളിയായി, പക്ഷെ ഇത് വെറും ന്യായീകരണ തൊഴിലാളിയല്ല, വളരെ ബ്രില്യൻ്റായി ന്യായീകരിക്കുന്ന ഒരു തൊഴിലാളിയായി പലപ്പോഴും കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരുന്ന ആരോപണങ്ങളൊക്കെ ഒരു ബലൂണിൽ കുത്തിവിടുന്നത് പോലെ വിടാൻ കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ തരൂരിന് കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ തരൂർ ഉപയോഗിച്ചുകൊണ്ട് ബി.ജെ.പിക്ക് കഴിയുന്നുണ്ട്. അത് ഓപ്പറേഷൻ സിന്ധുവിന്റെ കാര്യത്തിൽ ചില സംശയങ്ങൾ ഉയർത്തിയപ്പോൾ കണ്ടു. പഹൽഗാം അറ്റാക്കിന്റെ കാര്യത്തിൽ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ചില സംശയങ്ങൾ ഉയർത്തിയപ്പോൾ കണ്ടു. ഇത്തരത്തിൽ നിരവധി സംശയങ്ങൾ ഉയർത്തിയപ്പോൾ കണ്ടു എന്ന് മാത്രമല്ല, അദ്ദേഹം എൽ കെ അദ്വാനിയെ കുറിച്ച് പറഞ്ഞത്, എൽ കെ അദ്വാനി മഹാനായിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നമുക്കറിയാലോ, രഥയാത്ര നടത്തുകയും
ബി.ജെ.പിയുടെ രാഷ്ട്രീയവും അതുപോലെ തന്നെ ഡിവൈസീവ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സിനും ഒക്കെ തന്നെ വളരെ കൃത്യമായി തുടക്കമിടുകയും ചെയ്തിട്ടുള്ള എൽ.കെ. അദ്വാനിയൊക്കെ തന്നെ അദ്ദേഹം നിരവധി തവണ പുകഴ്ത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഒരു ചില മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ഇങ്ങനെ പുകഴ്ത്തുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ ഒരൊറ്റ ഇൻസിഡന്റിന്റെ പേരിൽ മാത്രം ഒരാളുടെ വ്യക്തിത്വത്തെ നമുക്ക് കാണാനാവില്ല. അടിയന്തരാവസ്ഥയുടെ കാര്യത്തിൽ ഇന്ദിരാഗാന്ധിയെ കാണാൻ കഴിയാത്തതുപോലെ ഈ രഥയാത്രയുടെ പേരിൽ നമുക്ക് ഒരിക്കലും ഒരു കാരണവശാലും ഈ പറയുന്ന എൽ.കെ. അദ്വാനിയെയും കാണാൻ പറ്റില്ല എന്നൊക്കെ വളരെ വിശാലമായ അർത്ഥത്തിൽ അദ്ദേഹം സംസാരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നെഹ്റു ചൈനയോട് തോറ്റപ്പോഴും അല്ലെങ്കിൽ ചൈനയ്ക്ക് വേണ്ടി കുറച്ച് സ്ഥലം വിട്ടുകൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നെഹ്റുവിനെയും വിലയിരുത്താൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള മറുപടികളുണ്ട് എന്നുള്ളതാണ്. ഇനി ഏറ്റവും ഒടുവിൽ കോൺഗ്രസിന്റെ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ ആ കോൺഗ്രസിന്റെ മീറ്റിംഗിൽ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഏറ്റവും ഉയർന്ന ബോഡിയിൽ അദ്ദേഹം മീറ്റിംഗ് നടക്കുമ്പോൾ ആ മീറ്റിംഗിൽ പങ്കെടുക്കാതെ അദ്ദേഹം രാംനാഥ് ഗോയങ്കയുടെ പ്രഭാഷണം കേൾക്കാൻ, രാംനാഥ് ഗോയങ്കയുടെ മെമ്മോറിയൽ സ്പീച്ചസ് കേൾക്കാൻ വേണ്ടിയിട്ട്, പ്രധാനമന്ത്രിയുടെ സ്പീച്ച് കേൾക്കാൻ വേണ്ടി അദ്ദേഹം പനിയും ചുമയും ഒക്കെ ആയിട്ട് അദ്ദേഹം പോവുകയും ആ സ്പീച്ചിനെ അദ്ദേഹം വളരെ കൃത്യമായി പുകഴ്ത്തുകയും ചെയ്തു. അങ്ങനെ പുകഴ്ത്തിയപ്പോൾ തന്നെ യഥാർത്ഥത്തിൽ ഈ മുസ്ലിം മാവോയിസ്റ്റ് കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞാൽ അർബൻ നക്സലുകളും അതുപോലെ തന്നെ മുസ്ലിംസിന്റെയും പാർട്ടി ഒരു ന്യൂനപക്ഷങ്ങളുടെ പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്ന് പറയുന്ന വിമർശനമൊക്കെ ഉയർത്തിയിട്ടുള്ള സ്പീച്ചിനെ പോലും അങ്ങേയറ്റം അകവഴിഞ്ഞ് പുകഴ്ത്താനുള്ള വളരെ ഹൃദയവിശാലതയാണ് തരൂർ കാണിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പറയാതെ വയ്യ. പക്ഷെ ഇതിൽ ചില കാര്യങ്ങൾ നമ്മൾ അതും പറഞ്ഞു പോകാതെ വയ്യ. ഈ അടിയന്തരാവസ്ഥ ഇദ്ദേഹം എതിർത്തുകൊണ്ട് പുതിയ ലേഖനം വന്നു എന്ന് ഉള്ളതും സത്യമാണ്. പക്ഷെ പുതിയ ലേഖനം വരുമ്പോൾ പോലും യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഇത് 1980-കളിൽ തന്നെ എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ അടങ്ങിയിട്ടുള്ള ഭാഗമാണ്. അതിൽ നിന്ന് അദ്ദേഹം വ്യതിചലിച്ചിട്ടില്ല എന്നുള്ളതൊക്കെ പറഞ്ഞു നിൽക്കാൻ പറ്റുന്ന ഒരു ബ്രില്യൻസ് യഥാർത്ഥത്തിൽ ഈ ലേഖനങ്ങൾക്കെല്ലാം ഉണ്ട്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഈ ഡൈനാസ്റ്റി പൊളിറ്റിക്സിനെ കുറിച്ച് പറയുമ്പോൾ പോലും അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിനെ കുറിച്ചും ഇന്ത്യ മുന്നണിയിലെ DMK-യെ കുറിച്ചും അതുപോലെ തന്നെ ജമ്മു കാശ്മീരിലെ പാർട്ടികളെ കുറിച്ചും തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളെ കുറിച്ചും അതുപോലെ തന്നെ കോൺഗ്രസിനെ കുറിച്ചും ഒക്കെ പറയുമ്പോഴും അദ്ദേഹം വളരെ ബ്രില്യൻ്റ് ആയി ഇത് BJP-ക്കകത്ത് ഉള്ളതിനെ കുറിച്ചൊന്നും അദ്ദേഹം സ്പെസിഫിക്കലി പറയുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ഏതാണ്ട് 45 വയസ്സിന് താഴെയുള്ള ആളുകൾ ഈ പറയുന്ന MP-മാരായിട്ടുള്ളതിൽ 56% പേരും 50%-ത്തിലേറെ ആളുകളും ഇത്തരത്തിൽ ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ് എന്ന് പറയുന്ന ഒരു അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നമൊക്കെ അദ്ദേഹം ഉയർത്തി കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇതിനെതിരെ നടപടിയെടുക്കൽ കോൺഗ്രസിന് ഏറെക്കുറെ അസാധ്യമാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ പുറത്തു വന്ന് കൊള്ളുന്നുണ്ട്, നമ്മുടെ ചങ്കത്താണ് തറക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും വേണമെങ്കിൽ ഇത് തറക്കുന്ന ആൾക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു നിൽക്കാൻ പറ്റുന്ന കരവിരുതും ഈ പറയുന്ന പോലെ ഒരു ദൈക്ഷണികമായിട്ടുള്ള അഭ്യാസവും ഇദ്ദേഹത്തിന്റെ എല്ലാ ലേഖനങ്ങളിലും എല്ലാ എഴുത്തുകളിലും നമുക്ക് കാണാമെന്നുള്ളതാണ്. കൂടാതെ ഇദ്ദേഹം നേരത്തെ എടുത്തിട്ടുള്ള നിലപാടുകളൊക്കെ ഇത് തന്നെയാണ് എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഈസിലി സമർത്ഥിക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് കൂടിയാണ് കോൺഗ്രസിന് ഇതിന്റെ പുറത്ത് നടപടി എടുക്കാൻ പറ്റാത്തത്. ഇപ്പൊ ഈ ട്വീറ്റ് തന്നെ നിങ്ങൾ കൃത്യമായി വായിച്ചാൽ ഇത് വളരെ ജനറൽ ആയിട്ടുള്ള ഒരു ട്വീറ്റാണ്. അതായത് നാഷണൽ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് നമ്മൾ തമ്മിൽ തെരഞ്ഞെടുപ്പുകളിൽ പോരാട്ടം നടത്തിയാലും എല്ലാവരും തമ്മിൽ ഒന്നിക്കണം. ആരൊക്കെ ഒന്നിച്ചതുപോലെ, അതായത് ഡൊണാൾഡ് ട്രംപും സൊഹ്റാൻ മംദാനി ഇവർ രണ്ടുപേരും വലിയ തോതിൽ വാക്കുകൾ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും, സൊഹ്റാൻ മംദാനി ഏതാണ്ട് ഒരു തീവ്രവാദിയാണ് എന്നുള്ള നിലക്കും അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ആണെന്നുള്ള നിലക്കും വളരെ മോശപ്പെട്ട ആളാണെന്നുള്ള നിലക്കും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ട്രംപും, അതുപോലെ തിരിച്ച് അതിനേക്കാൾ രൂക്ഷമായ ഭാഷയിൽ ഈ പറയുന്ന ട്രംപിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന സൊഹ്റാൻ മംദാനിയും ഒക്കെ അവരവരുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഒന്നിക്കുന്നു എന്ന് പറയുന്ന വിശാലമായ അർത്ഥത്തിലുള്ള ഒരു ഉപദേശമാണ് എന്ന് വേണമെങ്കിൽ ശശി തരൂരിന് പറഞ്ഞു നിൽക്കാനുള്ള എല്ലാ സ്കോപ്പും തന്റെ എല്ലാ എഴുത്തിലും ശശി തരൂർ കൃത്യമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് ഇവിടെ P. രാജീവിന്റെ ഒക്കെ സ്റ്റാർട്ടപ്പിന്റെ വാദങ്ങൾക്കും ഒക്കെ അദ്ദേഹം പിൻബലം നൽകിക്കൊണ്ട് പറഞ്ഞത്. അത്തരത്തിൽ ഞാൻ എല്ലാ വിർച്യൂസിനെയും നന്മകളെയും ഒക്കെ തന്നെ അകമഴിഞ്ഞ് പുകഴ്ത്തുന്ന വളരെ വിശാല ഹൃദയനായിട്ടുള്ള ഒരു യൂറോപ്യൻ മാതൃകയിലോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെയുള്ള ജനാധിപത്യം വളരെ സുന്ദരമായി ഉയർന്നു നിൽക്കുന്ന രാജ്യങ്ങളിലുള്ള ഒരു പൊളിറ്റിക്സ് ആണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു നിൽക്കാനുള്ള ഒരു സ്കോപ്പ് ഇപ്പോഴും തരൂരിന്റെ വാക്കുകളിലും വാചകങ്ങളിലും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് പ്രശ്നം. യഥാർത്ഥത്തിൽ അതുകൊണ്ട് കൂടിയാണ് കോൺഗ്രസിന് നടപടിയെടുക്കാൻ പറ്റാത്തത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇങ്ങനെ നിന്നുകൊണ്ട് കോൺഗ്രസിന് വലിയ ഡാമേജ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ BJP-യുടെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഇദ്ദേഹം വന്നാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല.
അപ്പൊ അത്തരത്തിലുള്ള വലിയ നീക്കങ്ങളിലേക്ക് അദ്ദേഹം കടക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ സമയമൊക്കെ അനുസരിച്ച് അദ്ദേഹത്തിന് 70കൾക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയാൽ ഞാൻ ചാടിപ്പിടിക്കുമെന്നാണ്. ഒന്നുകിൽ മുഖ്യമന്ത്രി, അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി, അല്ലെങ്കിൽ പ്രസിഡന്റ് പോലെയുള്ള വലിയ പദവികൾ, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ക്യാബിനറ്റിലെ വലിയ ക്യാബിനറ്റ് റാങ്കോട് കൂടിയിട്ടുള്ള മന്ത്രി പദം, ഇത്തരം വലിയ കാര്യങ്ങൾ അദ്ദേഹം സ്വപ്നം കാണുന്നുണ്ട് എന്ന് വേണം വിചാരിക്കാൻ. ഇതിൽ കേരളത്തിൽ അടുത്ത തവണ ചിലപ്പോൾ നയിക്കാൻ അദ്ദേഹം വന്നാൽ പോലും, ബിജെപിയെ നയിക്കാനും എൻ ഡി എ നയിക്കാനും അദ്ദേഹം വന്നാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.